എല്ലാവർക്കും ലിതൻസിന്റെ ഓണാശംസകൾ. ലിതൻസ്, അണമുറിയാത്ത ജലപ്രവാഹം. പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്, പ്ലോട്ട് സ്വിച്ചസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്. ലിതൻസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകും. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പൂഞ്ഞാറിലെ അതിപുരാതനമായ 3 ക്ഷേത്രങ്ങളുടെ ചരിത്രമാണ്. പൂഞ്ഞാറെന്ന് പറഞ്ഞാൽ പുണ്യാറെന്നാണ് അർത്ഥം. ആ പേരിനെ അന്വർത്ഥമാക്കുന്നതാണ് ഇവിടെ നിലനിൽക്കുന്ന ആരാധനാലയങ്ങൾ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പ്രസിദ്ധങ്ങളായ പല ആരാധനാലയങ്ങളും അമ്പലങ്ങളും നിലനിന്നിരുന്നു. പലതും കാലപ്പഴക്കത്തിൽ നശിച്ചു പോയിട്ടുണ്ട്, ചിലതൊക്കെ ഇപ്പോഴും കണ്ടെത്താനുമുണ്ട്. എങ്കിലും 3 എണ്ണമാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് കുന്നോന്നി ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഏകദേശം 3500 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം എന്നതാണ് പറയപ്പെടുന്നത്. ഇത് ഇവിടെ ഈ പ്രദേശത്ത് വളരെ പ്രസിദ്ധനായിരുന്നു നമ്മുടെ കവൺ മഹർഷി അല്ലെങ്കിൽ അഗസ്ത്യമുനി. അദ്ദേഹം ഇവിടെയൊക്കെ പെരുങ്ങോളത്തടുത്ത് തപസ്സനുഷ്ഠിച്ചതിനൊക്കെ തെളിവുകൾ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു സുദേഷ്ണ. അദ്ദേഹമാണ് ഇവിടെ പരാശക്തിയെയും പരമശിവനെയും ആരാധിക്കുന്നതിനായി ഇപ്പോഴേ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം സ്ഥാപിച്ച പൂജ നടത്തി വന്നത്. അത് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം അദ്ദേഹം മരണമടഞ്ഞു. അതിനുശേഷം അതിൻ്റെ ചുമതലയും കോവിലന്മാർ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരത് ഏറ്റെടുത്തു. അത് ഭംഗിയായിട്ടൊക്കെ നടത്തി വന്നു. അവരവരുടെ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി. കുറേ കഴിഞ്ഞപ്പോൾ അവർക്കും ക്ഷയം സംഭവിച്ചു. യുദ്ധമോ വസന്തയോ മൂലം അവരവിടെ ഉപേക്ഷിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവിടെ വനവാസികളാണ് അത് നോക്കി അവരവരുടെ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കി അവർ പ്രാർത്ഥനകളൊക്കെ അവിടെ നടത്തി വന്നു, പൂജകളൊക്കെ നടത്തി വന്നു. മൃഗബലിയൊക്കെ സർവ്വസാധാരണമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കാട്ടുമൂപ്പനെ ഒരിക്കൽ ധർമ്മശാസ്താവ് പ്രത്യക്ഷപ്പെട്ടു. ആനപ്പുറത്ത് വന്ന ധർമ്മശാസ്താവ് പ്രത്യക്ഷപ്പെട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ പൂജ നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മൂപ്പന് അവിടെ പൂജകളൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളും നടന്നു. അതിനുശേഷം അതും നിന്നുപോയി. അങ്ങനെ കുറേ കാലം ഇത് തീർത്തും അവഗണിക്കപ്പെട്ട് കിടന്നു. അങ്ങനെ ഇരിക്കെയാണ് 1160 തമിഴ്നാട്ടിൽ നിന്ന്, നമ്മുടെ മധുരയിൽ നിന്ന് ബാനവിക്രമനും സംഘവും ഇവിടേക്ക് പുറപ്പെട്ടത്. അവർ വന്ന വഴി തെറ്റി അവർ കുന്നോന്നി വഴി വന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുന്നോന്നിയിൽ വന്നപ്പോൾ രാത്രിയായി. അവർക്ക് വഴി നിശ്ചയമില്ല, ഭക്ഷണമില്ല, ചോദിച്ച് വിവരങ്ങൾ തിരക്കാൻ ആരുമില്ല. അവർ രാജാവ് ദയനീയമായി അയ്യപ്പ രക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഒരു അശരീരി കേട്ടു, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വരും. ഏതാനും നിമിഷത്തിനകം ആനപ്പുറത്ത് അയ്യപ്പസ്വാമി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. അവർക്ക് രാത്രിയിൽ കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, സുഭിക്ഷമായ ഭക്ഷണവും കൊടുത്തു. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പ്രഭാത ഭക്ഷണവും കൊടുത്തതിന് ശേഷം അവർ യാത്രയാക്കി. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറയുന്ന വഴിക്ക് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ആലില എടുത്ത് അത് വെള്ളത്തിലിട്ടിട്ട് പറഞ്ഞു, അത് പതുക്കിയേ പോകുള്ളൂ, നിങ്ങൾ പോകുന്ന സ്പീഡിലേ പോവുകയുള്ളൂ. അപ്പോൾ ഇത് ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് വേണം നിങ്ങളുടെ ഭവനവും രാജ്യവും സ്ഥാപിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഈ ഇല വന്ന് നിന്നതാണ് പൂഞ്ഞാർ പാലസ് ഇരിക്കുന്നിടത്തോട്ടുള്ള ആറ്റിലാണ് നിന്നത്. അങ്ങനെയാണ് അവർ ഇവിടെ വന്ന് കൊട്ടാരം സ്ഥാപിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊക്കെ ഐതിഹ്യമാണ്, നമുക്ക് 100% തെളിവ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒന്ന് പറയാം, ഈ പൂഞ്ഞാറ്റിലെ വെള്ളത്തിനൊരു ഔഷധ ഗുണമുണ്ട്. അവിടെ കുളിച്ചാൽ ആർക്കും അസുഖം മാറും. അതുപോലെ തന്നെ അവിടുത്തെ വെള്ളത്തിനൊരു രുചി കൂടുതലുണ്ട്. അത് ആർക്കും നിഷേധിക്കാവുന്നൊരു കാര്യമല്ല. പിന്നെ ഇവിടെ വന്ന് രാജാവ് പൂഞ്ഞാറ്റിൽ വന്നു കൊട്ടാരം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ഇവിടുത്തെ കുറേ കാലത്തിന് ശേഷം അദ്ദേഹം കുന്നോന്നിക്കൊരു അദ്ദേഹത്തിനൊരു പ്രത്യേക കടപ്പാടുണ്ട്. അദ്ദേഹം അവിടെ ചെന്ന് പഴയ സ്ഥാനത്ത് തിരക്കിയപ്പോൾ അയ്യപ്പസ്വാമിയുടെ ഒരു പഴയ വിഗ്രഹം കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹം അവിടെ ഏകദേശം ഒരു 1000 വർഷം മുമ്പ് ഒരു ക്ഷേത്രം പണിതു. അവിടെ പൂജകളൊക്കെ നടന്നു നാമമാത്രമായിട്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചു കാലം മുമ്പാണ്, ഈ അടുത്ത കാലത്താണ് NSS അത് ഏറ്റെടുക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുനരാരംഭിക്കുകയൊക്കെ ചെയ്തു. അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് മകരമാസത്തിലെ ഉത്രനാളിനാണ് അവിടുത്തെ ഉത്സവം. താഴ്മൺ മഠത്തിലെ തന്ത്രികളാണ് ശൗര്യബലിയിലെ പോലെ ഇവിടെയും പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. അപ്പം അങ്ങനെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. അതായത് കുന്നോന്നി ടൗണിൽ ചെന്നിട്ട് 6 കടന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ചെന്നാൽ സ്ഥലത്തെത്തും. നല്ല ശാന്തമായൊരു സ്ഥലമാണ്. 6ൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും റാണി ഗ്രൂപ്പിൻ്റെ ഓണാശംസകൾ. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊരു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ പറ്റിയാണ്. അത് പൂഞ്ഞാർ കൊട്ടാരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒന്നും പഴക്കം നിശ്ചയിക്കുക സാധ്യമല്ല. അയ്യപ്പക്ഷേത്രങ്ങളെല്ലാം വളരെയേറെ പഴക്കമുള്ളവയാണ്, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളവയാണ്. പൂഞ്ഞാർ രാജാക്കന്മാർ മാനവിക്രമനും സംഘവും ഇവിടെ വന്നതിന് ശേഷം അവർ ആ ക്ഷേത്രം പുതുക്കി പണിതു. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠകളെന്ന് പറയുന്നത് ധർമ്മശാസ്താവും ഗണപതിയുമാണ്. ആ ക്ഷേത്രം ത്തിൻ്റെ പ്രത്യേകത തമിഴ് മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് തമിഴ് മാതൃകയും മലയാള മാതൃക, കേരള മാതൃക തമ്മിൽ വ്യത്യാസമുണ്ട്. കേരള ക്ഷേത്ര നിർമ്മാണ കലയിൽ തടിക്കാണ് പ്രാധാന്യം.
അതായത് ഈ തേക്ക്, ഈട്ടി തുടങ്ങിയ തടികൾ കൊണ്ടാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ് ക്ഷേത്ര സങ്കല്പത്തിൽ കരിങ്കല്ലിനാണ് പ്രാധാന്യം. കരിങ്കല്ലിലാണ് എല്ലാം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചുറ്റമ്പലത്തിൽ ഭിത്തിയിൽ 2000-ഓളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്, വിളക്കിൻ്റെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ചില കാര്യങ്ങളോട് ഈ ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത്, ഈ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു കുളിക്കടവുണ്ട് ഇവിടുത്തെ. അതുപോലെ വളരെ പ്രസിദ്ധമാണിത്. കുളിക്കടവുണ്ട്. ആ കുളിക്കടവെന്ന് പറഞ്ഞാൽ തൂണിലാണ്, കരിങ്കൽ തൂണിലാണ് ഇത് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ആ കരിങ്കൽ തൂണെന്ന് പറയുമ്പോൾ അത് തുളച്ചാണ് ഉത്തരം പിടിപ്പിച്ചിരിക്കുന്നത്. അതിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ പരുവത്തിൽ ഉള്ള സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട്. കൽപ്പടവുകളുണ്ട് ആറ്റിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ അതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെള്ളത്തിൽ കുളിച്ചാൽ, പ്രത്യേകിച്ചും ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ചാൽ മാറാവ്യാധികൾക്ക് അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ശമനം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പ്രസിദ്ധമായ, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ക്ഷേത്രമാണിത്. അതാണ് ഇതേപ്പറ്റി പറയാനുള്ളത്. എനിക്ക് ഈ ഒരു ക്ഷേത്രത്തെ പറ്റി കൂടെ പറയാനുണ്ട്. അതായത് ഇവിടെ പൂഞ്ഞാറ്റിൽ തന്നെയുള്ള നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ചരിത്രമാണ് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് പൂഞ്ഞാർ പാണ്ഡ്യ രാജാക്കന്മാരുടെ കുലദേവതയാണ് മധുര മീനാക്ഷി. അപ്പോൾ പാർവതീദേവിയുടെ മറ്റൊരു പേരാണിത്. അവർ പോകുമ്പോഴൊക്കെ ആ വിഗ്രഹവുമായിട്ടാണ് അവർ പോവുക. അപ്പോൾ പൂഞ്ഞാറിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർ ഒരു ദേവിയുടെ പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. 1389 അന്നൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് 1389 പുതുക്കി പണിതു. അവിടെ മധുര മീനാക്ഷി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു കാരണം, ഇവിടുത്തേതും ഈ ഞാൻ പറഞ്ഞ തമിഴ്നാട് മാതൃകയിലാണ് ശില്പങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലാണ് ഇത് ഇവിടെ കുടുംബക്ഷേത്രമാണിത്. ഈ കുടുംബക്ഷേത്രത്തിലാണ് ഇവരുടെ രാജാക്കന്മാരുടെ അധികാര കൈമാറ്റവും കരാറുകളിൽ ഒപ്പിടുന്നതും എല്ലാം ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. മാത്രമല്ല, ഇവരിവിടെ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു കണ്ണൻ ചിരട്ടയ്ക്കകത്ത് കുറച്ച് മണ്ണ് കൊണ്ടുവന്നു പറയുന്നു. മധുരയിൽ നിന്ന് വന്നപ്പോൾ അത് കൊണ്ടുവന്ന് വിതറിയ സ്ഥലമാണ് കണ്ണാത്ത് പറമ്പ്. കണ്ണൻ ചിരട്ട ഇട്ട സ്ഥലമെന്നാണ് അർത്ഥമെന്നാണ് പറയുന്നത്. കണ്ണാത്ത് പറമ്പെന്നാണ് പറയപ്പെടുന്നത്. ഈ കണ്ണാത്ത് പറമ്പിലാണ് രാജാക്കന്മാരുടെയൊക്കെ ശവദാഹം നടത്തുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് പറഞ്ഞാൽ ഇതൊരു മഹാക്ഷേത്രമാണ്. അതായത് 2-ലേറെ ദേവതകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രത്തിനാണ് മഹാക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ മാത്രമേ കൊടിമരം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു കൊടിമരമുണ്ട്. ഈ കൊടിമരത്തിൻ്റെ ഉയരം നിശ്ചയിക്കുന്നത് കൊടിമരത്തിൻ്റെ ചുവടും ക്ഷേത്ര കോവിലിലെ വിഗ്രഹപ്രതിഷ്ഠ വെച്ചിരിക്കുന്ന ആ സ്ഥലവും തമ്മിലുള്ള നീളമാണ് കൊടിമരത്തിൻ്റെ ഉയരമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ പിന്നെ പ്രധാന ഉത്സവം നവരാത്രിയാണ് ഉത്സവമാണ്. അതിന് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ, ഒന്ന് ശിവനാണ്, വിവാഹ വസ്ത്രമണിഞ്ഞ മഹാശിവൻ. അടുത്തത് പാർവതീദേവിയാണ്, സർവാവഡംബര വിഭൂഷിതയായ പാർവതീദേവി, അതായത് മധുര മീനാക്ഷി. പിന്നെ അടുത്തതായിട്ടുള്ളത് ശ്രീകൃഷ്ണനാണ്. ഇനി ഒന്നുകൂടി ഉണ്ട് അവിടെ, അതായത് ശിവലിംഗവും ഉണ്ട്. ഇത്രയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. ഈ പ്രതിഷ്ഠകളുടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവിടെ പൂജ നടക്കുന്നുണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തിനെ പറ്റി പറയാനുള്ളത്. മഹാരാജാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് അതിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നു. ഇനി എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, അവിടെ തന്നെ ചില കുടുംബങ്ങളുണ്ട്. ഇവിടെ ഇന്നത്തെ അവസ്ഥ മാറിയിട്ട് ഒരു കാലത്ത് ഇവിടെ വളരെ പ്രസിദ്ധമായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ചില കുടുംബങ്ങളെ പറ്റി പറയുമ്പോൾ, ഈ കുടുംബങ്ങൾ, ഒന്ന് പഴവൂർ, വടക്കേടത്ത്, കൊട്ടുകാപ്പള്ളിൽ, ചെമ്മരിച്ചാടത്ത്, പുതിയിടത്തിൽ, കാരിക്കോട്ടത്തിൽ, കരിമ്പനയ്ക്കൽ, മുളയ്ക്കൽ, മുളയ്ക്കത്താഴ്, പുതിയറയ്ക്കൽ, കൈപ്പുഴ, തട്ടുങ്കൽ താഴെ, കണ്ണങ്കര, നെല്ലിക്കച്ചാലിൽ, ഐക്കര, ഉറുമ്പിൽ, കളരിക്കൽ, കൊട്ടാരത്തിൽ, ചങ്ങനാട്ട്, വാലാനി, കോലാനി, കൊണ്ടുച്ചേരി, നാലാം വീടർ എന്നിവയായിരുന്നു അവിടുത്തെ പ്രധാന ഹൈന്ദവ കുടുംബങ്ങളാണ്. ഈ ഹൈന്ദവ കുടുംബങ്ങളെ ഉടയാന്മാരെന്നാണ് പറഞ്ഞിരുന്നത്. ഇവരായിരുന്നു ഭൂമിയൊക്കെ രാജാവിന് വേണ്ടി മറ്റുള്ളവർക്ക് പാട്ടത്തിനും കൃഷിക്കുമൊക്കെ കൊടുത്തിരുന്നത്. അടിയാന്മാർക്ക് സ്ഥലം കൊടുത്തിരുന്നത്. മറ്റേ നാട്ടുകാർക്ക് കൃഷിക്ക് മേടിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അവർ വളരെ പ്രധാനപ്പെട്ട പദവിയാണ് അവർ അലങ്കരിച്ചിരുന്നത്. ഇതാണ് എനിക്ക് ഈ ക്ഷേത്രത്തെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത്. എൻ്റെ പ്രഭാഷണം ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം. ബ്ലോക്ക് ബസ്റ്റർ ഓഫർ: 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. ഓണം
കൈകോർത്താൽ പൊന്നോണം പൊടിപൂരം. റാണി റൈസ് ആൻഡ് ഫ്ലേവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ. ലിതൻസ്, അണമുറിയാത്ത ജലപ്രവാഹം. പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്, പ്ലോട്ട് സ്വിച്ചസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്. ലിതൻസ്.